ഹലോ, നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബെസ്റ്റ് ലൈഫ് ഹെൽത്ത് കെയർ ക്ലിനിക്കിൻ്റെ ലോഗോ ഡിസൈനിങ് ആണ്. ലോഗോ ഡിസൈനിൻ്റെ ആദ്യഘട്ടം വെച്ചാൽ നമ്മൾ കസ്റ്റമറുമായി സംസാരിക്കുകയാണ്. എങ്ങനെ ലോഗോ ഡിസൈൻ വേണം, അവരുടെ സജഷൻസ് എന്താണ്, എന്തൊക്കെയാണ് ബിസിനസ് സർവീസൊക്കെ ചെയ്യുന്നത്, അങ്ങനെ മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യാണ് കവർ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ലോഗോ കൺസെപ്റ്റ് ക്രിയേറ്റ് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഫൈനലായിട്ടുള്ള ലോഗോ ഒരു ലവ് ഷേപ്പും അതേപോലെ ഒരു ഹ്യൂമൻ ഐക്കണുള്ളൊരു ലോഗോ ആണ് നമ്മൾ ഫൈനലായിട്ടുള്ളത്. രണ്ടാമത് വരുന്നത് ഒരു ബി ലെറ്റർ റെപ്രസെൻറ്റേഷനാണ്. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള ഒരു പാർട്ടാണ് ഹൃദയത്തിൻ്റെ ഒരു ഐക്കൺ പോലെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. കെയറിങ്, ലവ്, പീസ് അതൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് മെഡിസിൻ്റെ ഒരു ഐക്കൺ പോലെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഐക്കൺ നമ്മളിതിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അത് ഓവറോൾ നമുക്കിത് നോക്കിയാൽ കാണാം, ഒരു അമ്മയും കുഞ്ഞിൻ്റെയും ഒരു ഫീൽ കിട്ടുന്ന രീതിയിലും നമ്മൾ മെയിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരു അമ്മ ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത ഒരു ഫീൽ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ലോഗോയുടെ കളർ കോമ്പിനേഷൻസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു സൈക്കോളജി വരുന്നത് ഒരു കെയറിങ്, ലവ്, പീസ് അങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൊത്തത്തിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കളർ സൈക്കോളജി ആണെങ്കിലും എല്ലാം ചെയ്തിരിക്കുന്നത്. പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി അങ്ങനെ 3 ടൈപ്പ് കളർ കോമ്പിനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കൂടി വരുന്നൊരു സബ് കളർ കോമ്പിനേഷൻസും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കളേഴ്സൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഇവർക്ക് എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാ പ്ലാറ്റ്ഫോമിലും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ വെർട്ടിക്കൽ ലോഗോ അതേപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ടും ലോഗോ റെപ്രസെൻ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഐക്കൺസ്, ഈ ലോഗോ 3 ഐക്കൺസും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കാണിക്കാമെന്നുള്ളത്. പിന്നെ ഫോണ്ട് വരുന്നത് മ്യൂസിയോ മോഡേണോ എന്നൊരു ഫോണ്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രൈമറി, സെക്കൻഡറി ഫോണ്ടുകളും നമ്മളിതിൽ കാണിച്ചിട്ടുണ്ട്. ആ ഫോണ്ടുകളും കാര്യങ്ങളും നമുക്ക് എല്ലാ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും യൂസ് ചെയ്യാം. നമ്മൾ നൽകുന്ന പാറ്റേൺസ് അതേപോലെ ഷേപ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മിക്കവർക്കും അറിയില്ല. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇതിനൊരു ഷേപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഷേപ്പ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പോസ്റ്റർ ഡിസൈൻസും അതേപോലെ പ്രിൻ്റ് ഡിസൈൻസും എല്ലാ ഡിസൈൻസും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ജസ്റ്റ് റെഫറൻസ് ആണ്. ലോഗോയിൽ നിന്ന് എടുക്കുന്ന പാറ്റേൺ വെച്ചിട്ട് ഷേപ്പുകൾ വെച്ചിട്ട് വേണം നമ്മൾ ഓരോ ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ബ്രാൻഡ് ഫീൽ കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് ബ്രാൻഡിങ് കൊണ്ടുപോകാൻ പറ്റും. ഇതേ സെയിം പാറ്റേൺസ് ഫൂട്ടറിലും അതേപോലെ പ്രിൻ്റ് ഡിസൈനിലും എല്ലാത്തിൻ്റെ ഫൂട്ടറിലൊരു നമ്മൾ കാണാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ പല ഓപ്ഷനായിട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രാൻഡിങ്. പിന്നെ കാണിച്ചിട്ട് നമ്മൾ മെയിനായിട്ട് വിഷ്വലൈസേഷനാണ്. എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്താലുണ്ടാവും ഈ ലോഗോ ആപ്റ്റാണോ, അത് ഒരു സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, ഇതിന് സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും, പ്രിൻ്റ് മീഡിയയിൽ വിസിറ്റിംഗ് കാർഡിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും, എല്ലാ മീഡിയയിലും നമ്മുടെ ലോഗോ ആപ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒരു ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യുമ്പോൾ പറ്റുന്നുണ്ടോ, അതേപോലെ ID കാർഡിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഓക്കെ ആണോ, സോഷ്യൽ മീഡിയ ഡിസൈൻസിൽ ഓക്കെ ആണോ, ചെറുതായിട്ടും വലുതായിട്ടൊക്കെ വലിയ രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ലോഗോൻ്റെ വിസിബിലിറ്റിക്ക് ഇഷ്യൂ വരുന്നുണ്ടോ, അതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.